ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എക്സ്പ്ലോർ പേജ് എങ്ങനെ റീസെറ്റ് ചെയ്യാനാണ്. അഡൾട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ പേജിലുണ്ടാവും. അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ 6 സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 6 സ്റ്റെപ്പും കറക്റ്റ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വരുന്നത് നിങ്ങൾ ത്രീഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെറ്റിംഗ്സിലോട്ടാണ് വരുന്നത്. സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് നമ്മൾ സെൻസിറ്റീവ് കണ്ടന്റ് ലെസ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടന്റ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സെൻസിറ്റീവ് കോണ്ടന്റ് ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്, മോർ, ലെസ് ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും നോർമലി ഉണ്ടാകുക. അതായത് നിങ്ങൾ മോർ ആക്കിയിട്ടുണ്ടെങ്കിൽ മോർ ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ആക്കി വെക്കുക. ഓക്കെ, ലെസ് ആക്കിയതിന് ശേഷം ജസ്റ്റ് കൺഫേം അടിച്ചിട്ട് എപ്പോഴും ലെസ് ആക്കി വെക്കുക. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് മാക്സിമം യൂസ് ചെയ്യുക. അതെന്താ വെച്ചാൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ റീൽസ് കാര്യങ്ങൾ കാണുമ്പോൾ അഡൽട്ട് കണ്ടൻറ്റോ അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടൻറ്റ് ആ ഒരു കണ്ടൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത കണ്ടൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 8 നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്ത കണ്ടൻറ്റ് ഒക്കെ കാണാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നത് ഇൻട്രസ്റ്റഡ്. അതായത് നിങ്ങൾക്ക് അഡൽട്ട് കണ്ടൻറ്റ് ആണ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് വരും. അതായത് ജിം വീഡിയോസ് ആണെങ്കിലും ഫുട്ബോൾ വീഡിയോസ് ആണോ ഏത് വീഡിയോ ആണോ വരുന്നത് അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരെ കൊടുത്ത പോലെ തന്നെ ജസ്റ്റ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് മെയിനായിട്ട് പുതിയ നല്ല കുറച്ച് ഇൻസ്റ്റാഗ്രാമിലുള്ള അപ്ഡേറ്റ് കുറേ പേർക്ക് അറിയാത്തത്. ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഒരൊറ്റൊരു ഓപ്ഷനിലാണുള്ളത്, കണ്ടന്റ് പ്രിഫറൻസിലാണുള്ളത്. റിസെറ്റ് സജസ്റ്റഡ് കോണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണും. ജസ്റ്റ് റിസെറ്റ് സജസ്റ്റഡ് കോണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പ്ലോർ പേജ് ആയാലും നിങ്ങളുടെ ഹോം പേജ് ആയാലും സജസ്റ്റഡ് കണ്ടന്റ് എല്ലാം തന്നെ റീസെറ്റ് ആയിട്ട് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള പുതിയ കോണ്ടന്റ്സ് കാര്യങ്ങളാണ് കാണിക്കുക. അത് 2-3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മേ ബി ചെയ്താൽ മാറി. ഈ എല്ലാ സ്റ്റെപ്പും ചെയ്യുന്നതോടൊപ്പം ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് മാറുന്നതായിരിക്കും. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല റീൽസ് കാര്യങ്ങൾ സേവ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അൺസേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ അഡൽട്ട് അങ്ങനത്തെ കണ്ടന്റ് ആണ് നിങ്ങൾ ഒഴിവാക്കണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺസേവ് ചെയ്ത് വെക്കുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഫീഡോ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളെ എക്സ്പ്ലോർ പേജ് നിങ്ങളെ കണ്ടന്റ് അഡൽട്ട് കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് കാര്യം മൊത്തത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഒക്കെ ഇനിയും കാണാം. അതിലേക്കും ഗുഡ് ബൈ.